യെസ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഷ്ട്രീയമായി വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഇ.പി. രാജീവ് ചന്ദ്രശേഖർ ബിസിനസ് ബന്ധം എന്നുള്ളത്. അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്നലെ ഇ.പി. ജയരാജൻ വാർത്താ സമ്മേളനം നടത്തുകയും അതൊക്കെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇ.പി. ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാവുകയാണ്. ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായി ഇ.പി. ജയരാജന് ബിസിനസ് പങ്കാളിത്തം എന്ന യു.ഡി.എഫ് ആരോപണം എൽ.ഡി.എഫിന് ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇതോടെ വൈദേകവുമായുള്ള എല്ലാ ഇടപാടുകളും പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് ഇ.പി. ജയരാജൻ. രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുടെ സ്ഥാപനമായ നിരാമയ്ക്ക് വൈദേകവുമായി ബന്ധമുണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇ.പി. ജയരാജൻ ഇപ്പോഴും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കെ.ആർ. സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വൈദേകവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. കാരണം ആദ്യം അത് പാർട്ടിക്കകത്ത് തന്നെ ചർച്ചയായ വിഷയമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എൽ.ഡി.എഫിനെ പ്രതിക്കൂട്ടിലാക്കാൻ യു.ഡി.എഫ് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ കണക്ഷൻ കൂടെ അതിൽ വന്നതോടുകൂടെ വലിയ രീതിയിൽ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എൽ.ഡി.എഫ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഇ.പി. ജയരാജൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഷെയറാണ് അതിനുള്ളത്. അപ്പോൾ തനിക്ക് കളങ്കമുണ്ടാകാതിരിക്കാൻ ആ ഷെയർ പിൻവലിക്കാൻ വരെ തയ്യാറാണ് എന്നുള്ള വാർത്തകളൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് നിരാമയ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സംരംഭമാണ് എന്നൊക്കെ. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഇ.പി. പ്രതികരിച്ചില്ല. എന്തായാലും വരുന്ന ആളുകളിൽ വലിയ ചർച്ചയാകും. ഇ.പി. ജയരാജൻ ഇക്കാര്യത്തിൽ ഇന്നലെ പറഞ്ഞ മറുപടിക്കപ്പുറം കൃത്യമായ ഒരു നിലപാടെടുക്കേണ്ടതായ ഒരു സാഹചര്യം കൂടി വരാനിരിക്കുകയാണ് അല്ലേ? ജിൽസി, ഇന്നലത്തെ ഒരു മുഴുദിന വാർത്താ പകൽ നമ്മൾ ശ്രദ്ധിച്ചാൽ വൈദേകം നിറഞ്ഞു നിന്ന പകൽ എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ 10:30 ഇ.പി. ജയരാജൻ തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കടന്നാക്രമിക്കുന്നു. രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായി കൂടി വി.ഡി. സതീശൻ ഒരു മോശം ക്യാരക്ടറാണെന്നും അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്ന ആളാണ് എന്നുമൊക്കെയുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇ.പി. ജയരാജൻ ആ വാർത്താ സമ്മേളനം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം ഈ വൈദേകം നീരാമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്റെ നിഷ്കളങ്കത നിലനിർത്താൻ വേണ്ടി ഭാര്യ ആ ബിസിനസ് അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത്. ആ ഓഹരിയുണ്ട്, ആ ഓഹരി വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, പക്ഷെ വാങ്ങാൻ ആരും വരാത്തത് കൊണ്ടാണ് ഇപ്പോഴും തങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ഇ.പി. ജയരാജന്റെ വിശദീകരണം. പക്ഷെ അപ്പോഴും അദ്ദേഹം വൈദേകവും നിരാമയുമായുള്ള ബന്ധത്തിലേക്ക് കടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് കമ്പനിയോട് ചോദിക്കണം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുണ്ടല്ലോ, നിങ്ങൾ ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ മാധ്യമപ്രവർത്തകർ പിന്നീട് രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തിലും ഈ ചോദ്യം ഉന്നയിക്കുന്നു. പക്ഷേ ഇ.പിയിൽ നിന്നും വിഭിന്നമായി രാജീവ് ചന്ദ്രശേഖർ അത് തന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് നിരാമയ റിട്രീറ്റ് എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഭാര്യമാർ തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തത്തിനെ എന്തിന് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണം എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. അതോടുകൂടി ഈ നിരാമയ റിട്രീറ്റും വൈദേകം റിസോർട്ടും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തത്. ഇ.പി. ആ ബന്ധത്തിൽ ഒഴിഞ്ഞു മാറി കളിക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ അത് സ്ഥിരീകരിച്ചു എന്നതായിരുന്നു അതിൻ്റെ പ്രസക്തി. മറുഭാഗത്ത് വി.ഡി. സതീശനാവട്ടെ താൻ ഉന്നയിച്ച ബന്ധം ഇതോടുകൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലപാടാണ് എടുത്തത്. സ്വാഭാവികമായും യു.ഡി.എഫ് ഇതിനെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ശ്രമിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇ.പി. വളരെ വേഗത്തിൽ തലയൂരാൻ ഇതിൽ നിന്ന് ഒരു ശ്രമം നടത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ആദ്യഘട്ടങ്ങളിൽ ഈ വിവാദത്തിൻ്റെ തുടക്കം മുതലുള്ള ഘട്ടത്തിൽ പിന്നീട് വന്ന് ഈ മാസം ആദ്യം തന്നെ നിരാമയ ഈ വൈദേകം റിസോർട്ടിൽ നിന്നുള്ള ഓഹരികളിൽ നിന്നും ഒഴിയും എന്നൊക്കെ ഇ.പി. പറഞ്ഞു. പക്ഷേ ഇ.പി. ഇപ്പോൾ പറയുന്ന അത് ആ വിലയ്ക്ക് ഞങ്ങൾ മുടക്കിയ പൈസ കിട്ടണം, അതിനാരും എടുക്കാൻ ഇപ്പോൾ വരാത്തത് കൊണ്ടാണ് തുടരുന്നത് എന്ന രീതിയിലൊക്കെയുള്ള വിശദീകരണമാണ്. അപ്പോഴും ഇതെല്ലാം ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് യു.ഡി.എഫിന് കഴിയുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ നടക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു കേന്ദ്രീകരിക്കുന്നത്. ഒന്ന് CAA വിരുദ്ധതയിൽ ആരാണ് മുമ്പൻ എന്ന ചോദ്യമാണ്. അതിലാണ് യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ പരസ്പരം വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് BJPയെ എതിർക്കുന്ന കാര്യത്തിൽ ആർക്കാണ് കൂടുതൽ ആത്മാർത്ഥത എന്ന കാര്യം സ്ഥാപിച്ചെടുക്കാനുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരനുമായി ഇ.പി. ജയരാജന്റെ കുടുംബത്തിന് ബിസിനസ് പങ്കാളിത്തമുണ്ട് എന്ന ആരോപണം
ഉന്നയിച്ചതിലൂടെ ഈ പുറത്തു പറയുന്ന BJP വിരുദ്ധതയൊന്നും യഥാർത്ഥത്തിൽ CPM നേതാക്കൾക്ക് ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് അതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പലരും പല ഘട്ടങ്ങളായി ചേക്കേറുന്നുണ്ട്. അതിനെ പരമാവധി വലിയ രാഷ്ട്രീയ ആയുധമായി LDF ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ആ LDFന്റെ രാഷ്ട്രീയ ആയുധത്തെ നിരായുധീകരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് EP യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UDF ഇങ്ങനെ കത്തിച്ചു നിർത്തുകയും ചെയ്യുന്നത്. ജിൽസി.